നമസ്കാരം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ 2023 ജൂൺ മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും അധികം നിക്ഷേപം നടത്തിയ രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയത്. ഇന്ത്യയിൽ ഏറ്റവും അധികം നിക്ഷേപം നടത്തിയ രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയത് സിംഗപ്പൂർ. 2022-23 സിംഗപ്പൂർ എത്ര കോടി ഡോളറിൻ്റെ നിക്ഷേപമാണ് ഇന്ത്യയിൽ നടത്തിയത്? 2022-2023 കാലയളവിൽ സിംഗപ്പൂർ എത്ര കോടി ഡോളറിൻ്റെ നിക്ഷേപമാണ് ഇന്ത്യയിൽ നടത്തിയത്? 1720. നാറ്റോയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വ്യോമാഭ്യാസമായ ഡിഫൻഡർ 2023 വേദിയായ രാജ്യം. നാറ്റോയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വ്യോമാഭ്യാസമായ ഡിഫൻഡർ 2023 വേദിയായ രാജ്യം ജർമ്മനി. പഞ്ചാബ് പ്രവിശ്യയിൽ ആണവ നിലയം സ്ഥാപിക്കാൻ പാകിസ്ഥാനുമായി കരാർ ഒപ്പുവെച്ച രാജ്യം. പഞ്ചാബ് പ്രവിശ്യയിൽ ആണവ നിലയം സ്ഥാപിക്കാൻ പാകിസ്ഥാനുമായി കരാർ ഒപ്പുവെച്ച രാജ്യം ചൈന. പാകിസ്ഥാനിലേക്കുള്ള ബ്രിട്ടൻ്റെ ആദ്യ വനിതാ ഹൈക്കമ്മീഷണർ. പാകിസ്ഥാനിലേക്കുള്ള ബ്രിട്ടൻ്റെ ആദ്യ വനിതാ ഹൈക്കമ്മീഷണർ ജെയിൻ മാരിയറ്റ്. ഫിൻലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി 2023 ജൂണിൽ ചുമതലയേറ്റത്. ഫിൻലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി 2023 ജൂണിൽ ചുമതലയേറ്റത് പെറ്റേറി ഓർപ്പോ. 2023 കുടുംബശ്രീ കലോത്സവത്തിന് വേദിയായത്. 2023 കുടുംബശ്രീ കലോത്സവം വേദി തൃശ്ശൂർ. പ്രഥമ ഗോവ എൻവയോൺമെൻ്റൽ ഫിലിം ഫെസ്റ്റിവലിലെ ഉദ്ഘാടന ചിത്രം. പ്രഥമ ഗോവ എൻവയോൺമെൻ്റൽ ഫിലിം ഫെസ്റ്റിവലിൽ ഉദ്ഘാടന ചിത്രം എലിഫൻ്റ് വിസ്പറേഴ്സ്. 2023 അന്തരിച്ച ബഹുഭാഷാ പണ്ഡിതനും മുൻ സർവ്വവിജ്ഞാനകോശം ഡയറക്ടറുമായ വ്യക്തി. 2023 അന്തരിച്ച ബഹുഭാഷാ പണ്ഡിതനും മുൻ സർവ്വവിജ്ഞാനകോശം ഡയറക്ടറുമായ വ്യക്തി വെള്ളായണി അർജുൻ. കേരള പോലീസിൻ്റെ വിവിധ സേവനങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാൻ കഴിയുന്ന പോർട്ടൽ. കേരള പോലീസിൻ്റെ വിവിധ സേവനങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാൻ കഴിയുന്ന പോർട്ടൽ തുണ. ISO സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന കേരളത്തിലെ ആദ്യ കളക്ട്രേറ്റ്. ISO സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന കേരളത്തിലെ ആദ്യ കളക്ട്രേറ്റ് കോട്ടയം. 2023 സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത്. 2023 സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് അജയ് യാദവ്. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത്. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് അമരേന്ദു പ്രകാശ്. സി ദിവാകരൻ്റെ ആത്മകഥ. സി ദിവാകരൻ്റെ ആത്മകഥ കനൽ വഴിയിലൂടെ. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിൻ്റെ പുതിയ പേര്. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിൻ്റെ പുതിയ പേര് അഹല്യ നഗർ. ടൈറ്റാൻ സമുദ്രപേടകത്തിലുണ്ടായ പൊട്ടിത്തെറിയിൽ എത്ര പേരാണ് മരണപ്പെട്ടത്? ടൈറ്റാൻ സമുദ്രപേടകത്തിലുണ്ടായ പൊട്ടിത്തെറിയിൽ എത്ര പേരാണ് മരണപ്പെട്ടത്? 5. ട്വിറ്ററിൻ്റെ പുതിയ CEO ആയി 2023 ജൂണിൽ നിയമിതനായത്. ട്വിറ്ററിൻ്റെ പുതിയ CEO ആയി 2023 ജൂണിൽ നിയമിതനായത് ലിൻഡ യക്കാരിനോ. മോസ്കോ ലക്ഷ്യമാക്കി നീങ്ങിയ വാഗ്നർ സേനയുടെ ഉടമ. മോസ്കോ ലക്ഷ്യമാക്കി നീങ്ങിയ വാഗ്നർ സേനയുടെ ഉടമ യെവ്ഗനി പ്രയോഷിൻ. ലോക കാലാവസ്ഥാ സംഘടനയുടെ സെക്രട്ടറി ജനറലാകുന്ന ആദ്യ വനിത. ലോക കാലാവസ്ഥാ സംഘടനയുടെ സെക്രട്ടറി ജനറലാകുന്ന ആദ്യ വനിത സെലസ്റ്റോ സൗലോ. ഏത് രാജ്യക്കാരിയാണ് സെലസ്റ്റോ സൗലോ? അർജൻറ്റീന. 2023 പുരുഷ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി ജേതാക്കൾ. 2023 പുരുഷ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി ജേതാക്കൾ ഇന്ത്യ. 2023 ഫോബ്സ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ ഫുട്ബോൾ ക്ലബ്. 2023 ഫോബ്സ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ ഫുട്ബോൾ ക്ലബ് റയൽ മാഡ്രിഡ്. സാക്ഷരതാ മിഷൻ്റെ സാമൂഹിക വിദ്യാഭ്യാസ പദ്ധതി. പൗരധ്വനി.
2023 ജൂണിൽ 288 പേരുടെ മരണത്തിനിടയാക്കിയ ബാലസോർ ട്രെയിൻ അപകടം നടന്ന സംസ്ഥാനം. 2023 ജൂണിൽ 288 പേരുടെ മരണത്തിനിടയാക്കിയ ബാലസോർ ട്രെയിൻ അപകടം നടന്ന സംസ്ഥാനം ഒഡീഷ. 2023 ശതാബ്ദി ആഘോഷിക്കുന്ന ഇന്ത്യയിലെ വാർത്താ ഏജൻസി. 2023 ശതാബ്ദി ആഘോഷിക്കുന്ന ഇന്ത്യയിലെ വാർത്താ ഏജൻസി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ. 19ാമത് പി കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. 19ാമത് പി കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ദേശമംഗലം രാമകൃഷ്ണൻ. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ സെഞ്ചുറി നേടുന്ന ആദ്യ താരം. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ സെഞ്ചുറി നേടുന്ന ആദ്യ താരം ട്രാവിസ് ഹെഡ്. കേരള പുരസ്കാരത്തിൻ്റെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ഏത് പുരസ്കാരം ലഭിച്ചവരെയാണ് കേരള പുരസ്കാരത്തിന് പരിഗണിക്കേണ്ടതില്ല എന്ന് വ്യവസ്ഥ ചെയ്തത്? കേരള പുരസ്കാരത്തിൻ്റെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ഏത് പുരസ്കാരം ലഭിച്ചവരെയാണ് കേരള പുരസ്കാരത്തിന് പരിഗണിക്കേണ്ടതില്ല എന്ന് വ്യവസ്ഥ ചെയ്തത്? പത്മ പുരസ്കാരം. എത്ര വർഷം കേരളത്തിൽ താമസിച്ചിട്ടുള്ളവർക്കാണ് കേരള പുരസ്കാരത്തിന് പരിഗണിക്കപ്പെടാൻ അർഹതയുള്ളത്? എത്ര വർഷം കേരളത്തിൽ താമസിച്ചിട്ടുള്ളവർക്കാണ് കേരള പുരസ്കാരത്തിന് പരിഗണിക്കപ്പെടാൻ അർഹതയുള്ളത്? 10 വർഷം. 2023 സന്തോഷ് ട്രോഫി സെമി ഫൈനൽ മത്സരങ്ങൾ നടന്നത് എവിടെയാണ്? 2023 സന്തോഷ് ട്രോഫി സെമി ഫൈനൽ മത്സരങ്ങൾ നടന്നത് എവിടെയാണ്? സൗദി അറേബ്യയിലെ റിയാദിൽ കിങ് ഫഹദ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്ക് കടമ്പൂർ. സമാധാന ദൗത്യങ്ങൾക്കിടെ രക്തസാക്ഷിത്വം വരിച്ച UN സമാധാന സേനാംഗങ്ങൾക്ക് സ്മാരകം വേണമെന്ന പ്രമേയം UN അവതരിപ്പിച്ച രാജ്യം. സമാധാന ദൗത്യങ്ങൾക്കിടെ രക്തസാക്ഷിത്വം വരിച്ച UN സമാധാന സേനാംഗങ്ങൾക്ക് സ്മാരകം വേണമെന്ന പ്രമേയം UN അവതരിപ്പിച്ച രാജ്യം ഇന്ത്യ. ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി രുചിര കോംബോജ് ആണ് പ്രമേയം അവതരിപ്പിച്ചത്. ഹിരോഷിമയിൽ നടന്ന G7 ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് അഭിസംബോധന ചെയ്തതാര്? ഹിരോഷിമയിൽ നടന്ന G7 ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് അഭിസംബോധന ചെയ്തതാര്? നരേന്ദ്രമോദി. രാജ്യത്താദ്യമായി കുട്ടികൾക്ക് വേണ്ടി ഡി അഡിക്ഷൻ സെൻ്ററുകൾ ആരംഭിക്കുന്ന പോലീസ് സേന. രാജ്യത്താദ്യമായി കുട്ടികൾക്ക് വേണ്ടി ഡി അഡിക്ഷൻ സെൻ്ററുകൾ ആരംഭിക്കുന്ന പോലീസ് സേന കേരള പോലീസ്. ക്ഷേത്രാങ്കണങ്ങളെയും കുളങ്ങളെയും കാവുകളെയും പരിപാലിച്ച് ഹരിതാഭമാക്കുവാൻ ദേവസ്വം ബോർഡ് നടപ്പിലാക്കുന്ന പദ്ധതി. ക്ഷേത്രാങ്കണങ്ങളെയും കുളങ്ങളെയും കാവുകളെയും പരിപാലിച്ച് ഹരിതാഭമാക്കുവാൻ ദേവസ്വം ബോർഡ് നടപ്പിലാക്കുന്ന പദ്ധതി ദേവാങ്കണം ചാരുഹരിതം. അന്യം നിന്നു പോകുന്ന നാട്ടുമാവുകളെ സംരക്ഷിക്കാൻ വനം വന്യജീവി വകുപ്പിൻ്റെ കീഴിൽ ആരംഭിച്ച പദ്ധതി. അന്യം നിന്നു പോകുന്ന നാട്ടുമാവുകളെ സംരക്ഷിക്കാൻ വനം വകുപ്പിൻ്റെ കീഴിൽ ആരംഭിച്ച പദ്ധതി നാട്ടുമാവും തണലും. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ് വനിത മുത്തമിഴ് സെൽവി. ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ ജേതാക്കളായത് പഞ്ചാബ് യൂണിവേഴ്സിറ്റി. 23ാമത് ദുബായ് ഓപ്പൺ ചെസ് ജേതാവ് അരവിന്ദ് ചിദംബരം. 2023 അന്തരിച്ച അമേരിക്കൻ സ്പ്രിൻറ്റർ ജിം ഹൈൻസ്. ഗുണനിലവാരമുള്ള ഹോട്ടലുകളും അവയുടെ ലൊക്കേഷനും അറിയാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പുറത്തിറക്കിയ മൊബൈൽ ആപ്പ്. ഗുണനിലവാരമുള്ള ഹോട്ടലുകളും അവയുടെ ലൊക്കേഷനുകളും അറിയാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പുറത്തിറക്കിയ മൊബൈൽ ആപ്പ്. ഈറ്റ് റൈറ്റ് കേരള. പ്രായപരിധിയില്ലാത്ത സൗജന്യമായി യോഗ പഠിപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ നടപ്പിലാക്കുന്ന പരിശീലന പദ്ധതി. പ്രായപരിധിയില്ലാതെ സൗജന്യമായി യോഗ പഠിപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ നടപ്പിലാക്കുന്ന പരിശീലന പദ്ധതി യോഗ ഫോർ ഓൾ. കേരളത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള പുതുക്കിയ പെൻഷൻ തുക. കേരളത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള പുതുക്കിയ പെൻഷൻ തുക 14,080 രൂപ. കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റ് ബ്രിഡ്ജ് നിലവിൽ വന്നത് കരിക്കകം. SSLC+2 പാതിവഴിയിൽ മുടങ്ങിയവർക്ക് സൗജന്യമായി തുടർ പഠനം സാധ്യമാക്കുന്നതിനുള്ള
കേരള പോലീസ് പദ്ധതി. SSLC +2 പഠനം പാതി വഴിയിൽ മുടങ്ങിയവർക്ക് സൗജന്യമായി തുടർ പഠനം സാധ്യമാക്കുന്ന കേരള പോലീസ് പദ്ധതി. ഹോപ്പ്. ഇന്ത്യയുടെ ആദ്യത്തെ അന്താരാഷ്ട്ര ക്രൂയിസ് കപ്പൽ. ഇന്ത്യയുടെ ആദ്യത്തെ അന്താരാഷ്ട്ര ക്രൂയിസ് കപ്പൽ MV എംപ്രസ്. 2023 അന്തരിച്ച കളരിപ്പയറ്റ് പരിശീലകൻ. 2023 അന്തരിച്ച കളരിപ്പയറ്റ് പരിശീലകൻ ശങ്കരനാരായണ മേനോൻ ചുണ്ടയിൽ. ശങ്കരനാരായണ മേനോൻ ചുണ്ടയിൽ. കേന്ദ്ര സർക്കാരിൻ്റെ ആസ്പിറേഷണൽ ജില്ലാ പദ്ധതിയിൽ സാമ്പത്തിക വികസന മേഖലയിൽ 2ാം സ്ഥാനം നേടിയ ജില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ആസ്പിറേഷണൽ ജില്ലാ പദ്ധതിയിൽ സാമ്പത്തിക വികസന മേഖലയിൽ 2ാം സ്ഥാനം നേടിയ ജില്ല വയനാട്. 2023 ലയണൽ മെസ്സിയുമായി കരാർ ഒപ്പുവെക്കുവാൻ തീരുമാനിച്ച ഫുട്ബോൾ ക്ലബ്. 2023 ലയണൽ മെസ്സിയുമായി കരാർ ഒപ്പുവെക്കാൻ തീരുമാനിച്ച ഫുട്ബോൾ ക്ലബ് ഇന്റർ മിയാമി. പ്രളയം നിയന്ത്രിക്കാനും മഴവെള്ളം സംഭരിക്കാനുമായി സ്പോഞ്ച് സിറ്റി പദ്ധതി നിലവിൽ വരുന്ന കേരളത്തിലെ നഗരം. പ്രളയം നിയന്ത്രിക്കാനും മഴവെള്ളം സംഭരിക്കാനുമായി സ്പോഞ്ച് സിറ്റി പദ്ധതി നിലവിൽ വരുന്ന കേരളത്തിലെ നഗരം കൊച്ചി. കേരളത്തിലെ ആദ്യത്തെ എയ്റോസ്പേസ് സ്റ്റാർട്ടപ്പായ iAeroSky വികസിപ്പിച്ച ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം. കേരളത്തിലെ ആദ്യത്തെ എയ്റോസ്പേസ് സ്റ്റാർട്ടപ്പായ iAeroSky വികസിപ്പിച്ച ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം നമ്പിസാറ്റ്. ഫ്രഞ്ച് ഓപ്പൺ 2023 പുരുഷ വിഭാഗം ജേതാവ്. ഫ്രഞ്ച് ഓപ്പൺ 2023 പുരുഷ വിഭാഗം ജേതാവ് നൊവാക് ജോക്കോവിച്ച്. ഫ്രഞ്ച് ഓപ്പൺ 2023 വനിതാ വിഭാഗം ജേതാവ് ഇഗ സ്വിയാതെക്. ഫ്രഞ്ച് ഓപ്പൺ 2023 വനിതാ വിഭാഗം ജേതാവ് ഇഗ സ്വിയാതെക്. ഫ്രഞ്ച് ഓപ്പൺ 2023 പുരുഷ വിഭാഗം ഡബിൾസ് ജേതാവ്. ഫ്രഞ്ച് ഓപ്പൺ 2023 പുരുഷ വിഭാഗം ഡബിൾസ് ജേതാവ് ഇവാൻ ഡോസിക് ഓസ്റ്റിൻ ക്രാജിസെക്. ഫ്രഞ്ച് ഓപ്പൺ 2023 വനിതാ വിഭാഗം ഡബിൾസ് ജേതാവ്. ഫ്രഞ്ച് ഓപ്പൺ 2023 വനിതാ വിഭാഗം ഡബിൾസ് ജേതാവ് വാങ് സിയു ഹെസിഹ് സു വെയ്. ഫ്രഞ്ച് ഓപ്പൺ 2023 മിക്സഡ് ഡബിൾസ് വിഭാഗം ജേതാവ്. ഫ്രഞ്ച് ഓപ്പൺ 2023 മിക്സഡ് ഡബിൾസ് വിഭാഗം ജേതാവ് മിയു കാറ്റോ ടിം പുട്സ്. 2023 BSFിൻ്റെ ഡയറക്ടർ ജനറലായത്. 2023 BSFിൻ്റെ ഡയറക്ടർ ജനറലായത് നിതിൻ അഗർവാൾ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ സുബോധ് കുമാർ സിംഗ്. രക്തദാനത്തിനായി അവധി അനുവദിച്ച ആദ്യ സർവകലാശാല. രക്തദാനത്തിനായി അവധി അനുവദിച്ച ആദ്യ സർവകലാശാല കേരള സർവകലാശാല. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ സമീപകാല കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള സംസ്ഥാനം. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ സമീപകാല കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള സംസ്ഥാനം ഗോവ. 2023 അന്തരിച്ച മുൻ ഇറ്റാലിയൻ പ്രധാനമന്ത്രി. 2023 അന്തരിച്ച മുൻ ഇറ്റാലിയൻ പ്രധാനമന്ത്രി സിൽവിയോ ബെർലൂസ്കോണി. അപ്പോൾ നമ്മൾ 2023 ഏപ്രിൽ കറണ്ട് അഫയറിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.